മൗലവി ഒന്ന് വന്നോട്ടെ, ഹനീഫ് മൗലവി പറയട്ടെ. പോലെയുള്ള ആളുകൾ ഇത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഈ ആളുകൾ പറയുന്നത് എന്നാ പിന്നെ ഞങ്ങൾ കുത്തി തിന്നാൻ പോവാണെന്നാണ്. കേട്ടോളൂ നിങ്ങൾ അതിലൊരു പാട്ട്. വേണ്ടി വന്നാൽ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാക്കും. കേൾക്കുമ്പോ അസ്വസ്ഥതയുണ്ടോ? തോന്നുന്നുണ്ട്, സമാധാനക്കുറവുണ്ടോ? തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നിയേ പറ്റൂ. എന്താണ് കുഞ്ഞുങ്ങളുടെ ഈ പാടുന്നത്? ഇത് ആരുടെ വാദമാണ്? ഇബ്ലീസിനെ വരെ നന്നാക്കി മലക്കരുടെ ഉസ്താദാക്കുന്ന വാദം. ആരാ മടവൂര്? വേണ്ടി വന്നാൽ ജിന്ന് വരെ എന്ത് ചെയ്യും? ഇബ്ലീസ് വരെ ഈ ശൈഖിന്റെ CM മടവൂരിന്റെ കൊടിയെടുത്ത് നടക്കും എന്ന് മാത്രമല്ല, മൂപ്പരെ പഴയ മാതിരിയാക്കുകയും ചെയ്യും. എവിടെ? സ്വർഗത്തിൽ നിന്ന് തീ പോരേണ്ടി വന്നാണല്ലോ, അവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയ അവസ്ഥയിൽ വേണമെങ്കിൽ ആര് ആക്കും? CM മടവൂരാക്കും താൻ. അപ്പൊ വലിയമാരെല്ലാരും ഇളകി. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അത് തെറ്റല്ലേ? അത് ദീനിനെതിരല്ലേ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെയാണ്. എന്നാൽ ഇത് പറയാത്ത ഏത് മാലയാ ഉള്ളത്? മൊഹീദ്ദീൻ മാലയിൽ അത് പറഞ്ഞിട്ടില്ലേ? റിഫായി മാലയിൽ അത് പറഞ്ഞിട്ടില്ലേ? ഇത് മുസ്തഫൽ ഫൈസി എഴുതിയ മൊഹീദ്ദീൻ മാല വ്യാഖ്യാനമാണ്. ആ മൊഹീദ്ദീൻ മാലയിലെ വരി എന്താ? പാമ്പിന്റെ കൊലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോ. ഇവിടെ ഒരു പഴയ സുന്നിണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഇവിടെ എന്താവും അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു വിവാദം ഇവിടെ നടക്കുമ്പോ മശായിഖിന്റെ അഹ്ല്, അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹ് അത്രയും അധികാരം കൊടുത്തിട്ടുണ്ട്. അവരിടപെട്ടാൽ അള്ളാഹ് അത് തിരുത്തി എഴുതി കൊടുക്കും എന്ന് പറയാൻ സാവിയത്തു സൂഫിയ ഇല്ലെങ്കിൽ ഇവരെല്ലാരും ഒറ്റൊന്നായിരപ്പോ മുജാഹിദും ജമാഅത്തും എല്ലാ നീർക്കോലിയും എല്ലാം ഇറങ്ങിയല്ലോ. ഒരു ഭാഗത്ത് മറ്റവൻ പ്രസംഗിക്കുന്നു, അതേ വിഷയം പുറത്തുനിന്ന് ഇവൻ പറയണ്, അപ്പുറത്തുനിന്ന് അത് പറയണ്, എല്ലാവരും ഒന്ന്. നമ്മൾ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായി മശായിഖിന്റെ കഴിവുകളെ സംബന്ധിച്ച് പറയുകയാണ്. നമ്മളതിന് രേഖ പറഞ്ഞു. എന്താ രേഖ? റിഫായി ശൈഖ് പറഞ്ഞിട്ടുണ്ടത്, മാത്രമല്ല അമ്പിയാക്കന്മാര് പറഞ്ഞിട്ടുണ്ടത്. മഹാനരായ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിയുടെ കപ്പലിൽ ഇബ്ലീസിനെ കണ്ടപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്നെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? തതൂബ്, തൗബ ചെയ്യണം. എങ്ങനെ തൗബ ചെയ്യും? ഞാൻ അല്ലാഹുവിനോട് ചോദിക്കാം. ഈ സംഭവം ആളുകൾ പഠിച്ചു. തൗബത്തുഹു അൻ യസ്ജുദ ഖബരി അൻ യസ്ജുദ ലിഖബരി ആദം. ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ് തൗബ. ഓ, അല്ലാഹുവിനേക്കാൾ വലിയ ഭക്തി അവർക്ക്. ഈ സംഭവവും മൂസാ നബിയുടെ സംഭവം നമ്മൾ എടുത്തുദ്ധരിച്ചു. ആയത്തുകളും ഹദീസുകളും നമ്മൾ രേഖവെച്ചു. ഇമാമിങ്ങളെ കിതാബുകൾ കൊണ്ടുവന്നു. എന്താണ്ടായത്? നമ്മളെ മുസ്ലിയാരില്ലേ മുശാവറ അംഗം, അയാളും കൂടി ആ വിഷയം എടുത്തിട്ടിനി. അതുകൊണ്ടപ്പം ഞാൻ ഇവിടെ തൊടാൻ കാരണം, അയാളയിൽ പറയുന്നുണ്ട്, പറയുന്നൊക്കെ വൈരുദ്ധ്യമാണ്. ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അത് മുഹാലാണ്, ഉണ്ടാകാൻ പാടില്ല. വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഇബ്ലീസിനോടുള്ള സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓന് ഇഖ്തിയാർ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെയ്യാന്നുള്ള ആ ഒരു സമ്മതത്തിലാണ്, ഇഖ്തിയാരിയാണ് കൽപ്പന. അപ്പോൾ ഓന് ചെയ്യാതെ മുഹാലായപ്പോൾ ഇതുണ്ടാവും. അപ്പം പറയുന്നൊക്കെ വൈരുദ്ധ്യം. പിന്നെ അത് കുറേ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫൈനൽ ഇവിടെ കിട്ടിയതുകൊണ്ട് അതാണ് വെച്ചു കൊടുത്താൽ മതി. പക്ഷെ അയാൾ അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ചോദിക്കുന്നുണ്ട്, ഈ നൂഹ് നബിയുടെ കഥയൊക്കെ ഇവർക്ക് ഏടുന്ന് കിട്ടിയതാണ്? നിങ്ങൾക്ക് എന്താ പണി? ശരിക്കും നിങ്ങൾ ദർസിൽ എന്താ ഓതി കൊടുക്കൽ? അതാ എനിക്ക് അറിയാത്തത്. വേറെ വല്ല പണി ഉണ്ടോ? എന്താ പണി? എന്താ നിങ്ങൾ ഓതിയത്? ഈ ചരിത്രമൊക്കെ ഏടുന്ന് കിട്ടിയതാണ് നാം ഉപയോഗിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഏടുന്ന് വന്നത്? ആ ചോദ്യം കേട്ടോളി. പിന്നെ വേറൊരു കഥ പറഞ്ഞു കേട്ടിക്കണ്, നൂഹ് നബിന്റെ കപ്പല്. ആ കഥ തന്നെ പായതാ. ഇമാം റാസി ഒക്കെ തള്ളുകയാണ് ചെയ്തത് ആ കഥ. എവിടുന്നൊക്കെയാ ഈ കഥ എടുത്തിട്ട് വരുന്നത്? അള്ളാഹു ആലോ. ഞങ്ങൾ പഠിപ്പിച്ചരാലോ. ഏടുന്നൊക്കെ അത് എടുത്തുകൊണ്ടുവരാ, ഞങ്ങൾ പഠിപ്പിച്ചരാ. ഇമാം റാസിയൊക്കെ അത് തള്ളിയതാണ്. ഇമാം റാസി അല്ല, ആരും തള്ളൂല. ആ ചരിത്രം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം, ലമ്മ റസത്തി സഫീനത്തു
സഫീനത നൂഹ്. കണ്ടില്ലേ, ഇദാ ഹുവ ഇബ്ലീസ് അലാ കൗസലി സഫീന. ഈ സംഭവം ഉദ്ധരിച്ച ഇമാമിങ്ങളെ ഞാനൊന്ന് പറയാ. ഈ ഹിജ്റ 281 വഫാത്തായ ഇബ്നു അബിദ്ദുന്യ തങ്ങളുടെ മക്കായിദ് ശൈത്വാൻ എന്ന ഗ്രന്ഥം അതിന്റെ സനദ് സഹിതം ഉദ്ധരിച്ചിട്ടുണ്ട്. 200-ലാണ്, കുറഞ്ഞ കാലേ ഉള്ളൂ. ആ കാലത്ത് അതിന്റെ സനദ് കണ്ടോ. ഇബ്നു ഉബൈദ് തങ്ങൾ അവര് ഇസ്ഹാഖ് ബിൻ ഇസ്മായിൽ എന്നവരിൽ നിന്ന്, അവര് അഅ്മശിൽ നിന്ന്, അവര് സിയാദ് ബിൻ ഹുസൈനിൽ നിന്ന്, അവര് അബുൽ ആലിയയിൽ നിന്ന് അതിന്റെ സനദടക്കം പറഞ്ഞിട്ട് ആ സംഭവം പറയുന്നത്. ഏതെങ്കിലും എടുത്തുകൊണ്ടുവന്നതല്ല അത്. മുഹദ്ദിസായ ഇബ്നു അബിദ്ദുന്യയുടെ കിതാബാണ് ഞങ്ങൾ ആദ്യം അതിനെ രേഖയാക്കിയത്. ഇനി അത് കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? ഹിജ്റ 373 വഫാത്തായ അബുൽ ലൈസ് സമർഖന്ദി തങ്ങളുടെ തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബ് നോക്ക്. ഈ സംഭവം അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇങ്ങോട്ട് പോന്നാൽ 427 വഫാത്തായ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അസ്സഅലബി തങ്ങൾ അൽ കശ്ഫ് വൽ ബയാൻ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി പോന്നാൽ ഹിജ്റ 571 വഫാത്തായ ഇമാം ഇബ്നു അസാക്കിർ താരീഖു ദിമഷ്കിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇങ്ങോട്ട് പോന്നാൽ ഹിജ്റ 505 വഫാത്തായ ഇമാം ഗസാലി തങ്ങൾ ഇഹ്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഹിജ്റ 769 വഫാത്തായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ശിബിലി അദ്ദിമഷ്കി തങ്ങൾ ആക്കാമുൽ മർജാൻ ഫി അഹ്കാമിൽ ജാൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹിജ്റ 911 വഫാത്തായ ഇമാം സുയൂത്തിയുടെ തഫ്സീർ അദ്ദുറുൽ മൻസൂറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി എത്ര കിതാബ് വേണമെന്ന് എണ്ണം പറഞ്ഞാൽ മതി, അണ്ണാക്കിൽ ഞങ്ങൾ ഇട്ട് തരാം. എന്നിട്ട് അയാൾ ചോദിക്കുക, ഇത് ഏടുന്ന് എടുത്തു കൊടുന്നാണ്? കിതാബ് നോക്കണ്ടേ? ലോകത്ത് കറിഞ്ഞാണ്ട് അട്ടിപ്പാത്രമായിട്ട് ഇരുന്നാൽ പോരാ, കിതാബ് നോക്കണം. മുഷാവർ അങ്ങാണ് അത്ര. മിനല്ലതി നീ ഇപ്പൊ നോക്കിയാൽ തന്നെ ഇത് തിരിയോ? ഇമാം റാസി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇമാം റാസി വേറൊരു ചർച്ചയിൽ പറഞ്ഞു, എന്ത്? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ തൂഫാൻ നടക്കുന്ന കാലത്ത്, ഇപ്പൊ തൂഫാന്റെ കാലമാണല്ലോ, AP സമസ്തക്കെതിരെ നമ്മളെ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലം കപ്പലിൽ എല്ലാവരും കയറി. ഇബിലീസ് അന്ന് ഏടുന്നൊരു ചർച്ച ഉണ്ട്. അപ്പൊ ഇമാം അവറുകൾ പറഞ്ഞു, ഇബിലീസിന് ഇപ്പം എന്തിനാ ഏടെ നിങ്ങൾ ചർച്ച ചെയ്യണം? ഓന് കപ്പലിൽ തന്നെ കയറണമെന്നില്ലല്ലോ. ഇബിലീസിന് രക്ഷപ്പെടാൻ കപ്പലിൽ കയറണമെന്നില്ല, ഓന് ഹവയിൽ പോയി നിന്നാ പോരെ. ആ ചർച്ച അല്ലത്. ഇബിലീസിന് അതിൻ്റെ ആവശ്യമല്ല. പക്ഷെ ഇബിലീസ് അവിടെ പോകും. എന്തിന്? ഓൻ്റെ പണിയെടുക്കാൻ. ഇപ്പോൾ ഒരു മുസ്ലിം ജമാഅത്താർ ആ കപ്പലിലുണ്ടെങ്കിൽ ഇബിലീസിൻ്റെ പണി ഓടുക്കുമല്ലോ. അപ്പോൾ ആ 80 ആളുള്ള ഇടയിൽ ഇബിലീസിന് പോയി പേപ്പിക്കേണ്ടി വരുമല്ലോ, അതിനും പോവും. അല്ലാതെ അവിടെ നിൽക്കാൻ വേണ്ടി പോയതല്ല. അപ്പോൾ റാസി ഇമാമിൻ്റെ ചർച്ച ഒന്ന് വേറെ, ഈ വഴി വിഷയം വേറെയാണ്. ഈ ഹദീസ് പറഞ്ഞിട്ട് അത് ബഈദാണെന്നോ അത് ശരിയല്ലെന്നോ റാസി പറഞ്ഞ വരി കാണിച്ചാൽ നിങ്ങൾ പറഞ്ഞ പണിയെടുത്തോളാം. റാസിയൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ നോക്കിപ്പോയതാ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കിതാബിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് തെളിവില്ല എന്ന് പറഞ്ഞു വരണ്ട. വളരെ കൃത്യമായി അവിടെ തെളിയിച്ച കാര്യമാണ്. പിന്നെപ്പുള്ള വിഷയം എന്താ? ഇബ്ലീസിന് അങ്ങനെ കഴിയുമോ? ഞങ്ങൾ പറഞ്ഞ എന്താ? ആ സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സാധ്യമാക്കി കൊടുത്തു. പക്ഷേ അതിന് തൗഫീക്ക് വേണം. തൗഫീക്ക് കിട്ടിയില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെയാണ് ഓനും. അഹങ്കാരാണ്. അന ഖൈറു മിൻഹൂന, ഞാനാണ് ഖൈർ മശായിഖിനേക്കാൾ. ഈ ബോധമുള്ള കാലത്തോളം മുസ്ലിം ജമാഅത്താരെ നന്നാവോ? ഇല്ല. അപ്പം ആ ചിന്ത ഓന് പോണില്ല. അതുകൊണ്ട് തന്നെ ഓനങ്ങനെ മരിക്കണം. എന്നാൽ ഓന് സാധ്യമാണോ? സാധ്യമാണ്. എന്താ അതുകൊണ്ടുള്ള കാര്യം? അതുകൊണ്ടുള്ള കാര്യം മശായിഖന്മാരെ മുമ്പിൽ വന്ന് അനുസരണയോടെ നിന്ന് കൊടുത്താൽ, അവരിടപെട്ടാൽ തൗഫീക്ക് വരും. അതിൻ്റെ തെളിവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ശൈത്വാൻ മുസ്ലിമായി. ആരിടപെട്ടതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഔസുൽ ആലമിന്റെ കൂടെയുള്ള ശൈത്താനും മുസ്ലിമായി. ആരിടപെട്ടതാണ്? ഷെയ്ഖ് ഔസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി. അപ്പോൾ ഒരു കാര്യമാണ്. ഇപ്പോൾ ആകപ്പാടെ ഈ മറ്റെന്തൊരു ഇബ്ലീസ് മൗലവിയൊക്കെ വന്നിരുന്നല്ലോ,
നമ്മളേറ്റ് ഖണ്ഡനമൊക്കെ നടത്തി ലാസ്റ്റ് ഒരു പോയിന്റിൽ നമ്മൾ കൊണ്ടെത്തിച്ചില്ലേ? അതെന്തായിരുന്നു പോയിന്റ്? ഒറ്റ പോയിന്റാണ്. അഥവാ അങ്ങനെയുള്ള ഇബ്ലീസ് അടക്കമുള്ളവരുടെ ഈമാൻ അത് സാധ്യമാണ്, സാധ്യമല്ലാത്തതിൽ അതിനെ എണ്ണാൻ പാടില്ല. ഇതല്ലേ നമ്മൾ പറഞ്ഞേ? അത് മതി. ഇനിയിപ്പോൾ അതിന് വേറെ തെളിവേണ്ട ആവശ്യമില്ല. അത് ഓനെ കൊണ്ട് ഞാൻ ഒന്നുകൂടി പറയിപ്പിക്കാൻ പോവാണ്. എല്ലാ ചോദ്യത്തിൻ്റെ മറുപടിയും അതിലുണ്ട്. ഇമാമിങ്ങൾ എന്താ പറഞ്ഞു, ഇബ്നു ഹജർ എന്താ, എല്ലാവരും പറഞ്ഞത് ഒറ്റൊന്നാണ്. എല്ലാ കിതാബും ഒരൊറ്റൊന്നാ പറഞ്ഞത്. ആ പറഞ്ഞ് നിങ്ങൾ എന്നെ വായിക്കുകയും ചെയ്തു. അതിൻ്റെ അപ്പുറം ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. പിന്നെ ഓന് തുഹ്ഫ അറിയില്ല എന്ന് ഏത് ഉസ്താദ് എന്നോട് പറഞ്ഞു, ആ ഉസ്താദിൻ്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞ ലിസ്റ്റ് തന്നെ വായിക്കേണ്ടി വരും. മുസാവറ അംഗങ്ങൾ മുതൽ താഴെ തട്ടിലുള്ളവർ വരെ ഞങ്ങൾ പേഴ്സണൽ ബന്ധം പുലർത്തുന്നവരാണ്. നിങ്ങളെ സിറാജുള്ളതിൻ്റെ ഓഫീസിലുള്ള മൊയിലേര് മുതൽ മർക്കസിൻ്റെ ഉള്ളിലുള്ള മുദരിസ് വരെ ഞങ്ങളുമായി സംസാരിക്കുന്നവരാണ്. നിഷേധിച്ചാൽ തെളിവ് ഒന്നിന് പിന്നിൽ ഒന്ന് വരും. മനസ്സിലായോ? എന്നിട്ട് ആ പേര് പറഞ്ഞിട്ടാണ് ഓല ഒഴിവാക്കാൻ പോയി പണിയൊക്കെ ആ പേര് പറയാൻ സൗകര്യമില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇയാളെ വമിനല്ലതി മനില്ലതി എത്ര മൊയിലേമാരാ വിളിച്ചത്, ആരാഞ്ഞ് വിളിക്കാൻ ബാക്കി. പക്ഷെ അത് നമ്മളൊരു സ്വകാര്യമല്ലേ, അതവിടെ ഇരിക്കട്ടെ. വിഷയത്തിലേക്ക് വരി. വിഷയം ഇതാണ്, അത് സാധ്യമാണ്. അത് സാധ്യമാണ് എന്ന് ശറഹുൽ അഖായിദിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ നിബ്രാസിൽ നിന്ന് വായിച്ചു. അതേ അഭിപ്രായമാണ് ഇബ്നു ഹജറിനും എല്ലാവർക്കും, വേറെ അഭിപ്രായമില്ല. അതെല്ലാവരും പറഞ്ഞതാണ്. അതുകൊണ്ട് മോനെ ഒന്ന് വായിച്ചു കൊടുക്ക്. വെറുതെ എന്തിനാ നമ്മൾ തർക്കിച്ച് നേരം വീണ? അതല്ലേ ഇപ്പം നമ്മളെ പ്രശ്നം. വായിച്ചു കൊടുത്തേക്ക്. അൽപായുസേ ഉള്ളൂ എന്ന് അവനും അറിയാം, എങ്കിലും ഒന്ന് പിടിച്ചു തൂങ്ങാം തൽക്കാലത്തേക്ക്. എന്താ പറഞ്ഞത്? ബലി തഹ്ഖീഖോ എന്നല്ല, തഹ്ഖീഖ് അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു. ഈ മൂന്നാമത് പറഞ്ഞ കിസ്മിനെ എണ്ണാതിരിക്കലാണ് മിമ്മ ലാ യുതാഖു, കഴിവില്ലാത്ത ഒന്നിൽ പെട്ടതായി എണ്ണാതിരിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അവർക്കതിന് കഴിവുണ്ടോ കഴിവില്ലേ? കഴിവുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കഴിഞ്ഞില്ലേ? അതല്ലേ ഇപ്പൊ നമ്മളെ ഇടയിലുള്ള തർക്കം. മൂന്നാമത്തെ കിസ്മ ഏതാ? അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? അൽ കിസ്മു സാലിസ്, മുഹാലായി പറയപ്പെടുന്നതിന്റെ മൂന്നാമത്തെ ഇനം മാ യുംകിനു ആദത്തൻ മിനൽ അബ്ദ്, അടിമയിൽ എന്നത് സാധ്യമാണ്, പക്ഷെ അല്ല നേരത്തെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഈ ഇനം, അതാ മൂന്നാമത്തെ ഇനം. അവിടെ ബലി തഹ്ഖീഖു അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു മിമ്മാ ലാ യുതാഖ്. കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ എന്തിനാണ് ചർച്ച? അത് സൗകര്യമാണ്, നടക്കുന്നതാണ് എന്നല്ലേ പറഞ്ഞേ? അത് മതി. എല്ലാ ചോദ്യത്തിനുള്ള മറുപടി താങ്കൾ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി ഈ മൊയിലാരും കേട്ട് പഠിച്ചാൽ മതി. നിബ്രാസ് എടുക്കും. നിബ്രാസിൽ മാത്രമല്ല, കുറച്ചങ്ങോട്ട് പോയാൽ യഹിയന്റെ ഹാഷിയാൻ വായിച്ചെന്നീന്നു ഇത്ഹാഫ്. അത് മൂപ്പര് പറയുന്നുണ്ട്, വഹുവ ഇൻദനാ മിൻ ഖബീലി മാ യുതാഖ്, നടക്കുന്ന കാര്യമാണ്. ഇഹിയന്റെ ഹാഷിയിലുണ്ട്. അപ്പൊ 2 കിതാബായിട്ടോ. ഇനി മൂന്നാമത്തെ കിതാബ് ശറഹുൽ അഖായിദ്, അതിലതാ പറയുന്നില്ല കൗനിഹി മഖ്ദൂറൻ ലിൽ മുകല്ലഫ്, അത് നടക്കുന്ന കാര്യമാണ്. ആരോടാണോ കൽപ്പിക്കപ്പെട്ടത് ഓന് കഴിയും. സൈദുദ്ദീൻ തഫ്താസാനി. അതേ സൈദുദ്ദീൻ തഫ്താസാനിയുടെ 4ാമത്തെ കിതാബ് ശറഹു തൽവീഹ് അല തൗദീഹ്. ഇനി 5ാമത്തെ കിതാബാണ് ബഹുമാനപ്പെട്ട ഇമാം അവറുകളുടെ കിതാബായി ഞാൻ നേരത്തെ വായിച്ചല്ലോ. ഇനി അവിടെ ഇമാം ഷെർബീനി അതും കൂടി വായിക്കാൻ പോകുന്നത് ജമ്മുൽ ജവാമിയുടെ ഹാഷി. അതിൽ പറഞ്ഞിട്ടുണ്ട് ലമ്മാ സമ്മാഹു ബഅദുന്നാസി മുഹാലൻ അദ്ഖലഹു ഫീഹി ലിഅജ്ലി റദ്ദി അലൈഹി വഇൻ കാനൽ ഹഖു അന്നഹു ലൈസ ബിമുഹാൽ. ഈ 5 കിതാബ് നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് മതി ബാക്കി കാര്യം. അപ്പം അയാൾ പറയുന്നത് അതിൻ്റെ ബാക്കിയിലുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് വായിച്ചില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ളത് നമ്മൾ വായിച്ചിന്, നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ്. അതും കൂടി അയാൾ പറഞ്ഞോട്ടെ എന്നാണ് പൂർത്തിയായത്. അതാണ് മുംകിന് എന്ന് കണ്ടപ്പോ മൂപ്പർ അവിടെ വെച്ചങ്ങ് കട്ടാക്കി. എന്റെ സാധു ലി റാത്തിഹി മുംകിനാണ് എങ്കിലും ലി ഗൈരിഹി അത് പറഞ്ഞോട്ടെ മുഹാലായി. അതെന്താ നീ മിണ്ടാത്തത്? ശറഹുൽ അഖായിദിൽ അതില്ലേ? ലി ഗൈരിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമു മുൻകടക്കുക എന്ന മറ്റൊരു കാര്യം വന്നപ്പോൾ ഇതവിടെ എന്തായി? മുഹാലായി മാറി. ഇത് അസീസ് ഖാഫിയും വ്യക്തമായി പറയുന്നുണ്ട്. മൂപ്പർ അവിടെ വെച്ചത് കട്ടാക്കിയിട്ട് ആളുകളുടെ മുമ്പിൽ അതാ ഞങ്ങൾ പറയുന്നത് എന്ന വീരവാദം. വാളക്കുളം ഓനും കൂടി കൂട്ടുപിടിക്കുക എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന്
അതുകൊണ്ടൊന്നല്ല, നിങ്ങളെ മുശാവറ മൊത്തം വന്നാലും ഞങ്ങളത് നേരിടും. എവിടെയും ബാക്കി അത് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇവിടെ, അത് സാധ്യമാണ്. മുംകിനുല്ലിദാത്തിഹി. എന്നാൽ അള്ളാഹുവിന്റെ ഇൽമിൽ അങ്ങനെ മുന്തിയതുകൊണ്ട് നടക്കൂല. പക്ഷേ സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ നടക്കും. അതല്ലേ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആ പറഞ്ഞ മുംകിനുല്ലിദാത്തിഹി എന്നുള്ളടത്ത് മുഹാലുല്ലിദാത്തിഹി എന്നാണെങ്കിൽ സ്പെഷ്യൽ ഇടപെടൽ കൊണ്ടും നടക്കൂല. അതതിൻ്റെ വ്യത്യാസം. ലിദാത്തിഹി നടക്കാത്തൊരു കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഖദീമായൊരു സംഗതിയെ നമുക്ക് ഹാദീസാക്കണം എന്ന് പറയാം. അള്ളാഹ് ഖദീമാണല്ലോ, സിട്ടികളൊക്കെ ഹാദീസ് പുതുതായി ഉണ്ടായതാ. അപ്പോൾ അതിനെ ഇതാക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല, അതാക്കണം വിചാരിച്ചാൽ നടക്കൂല. ഇതുപോലുള്ളൊരു കാര്യമാണെങ്കിൽ ഇടപെടൽ കൊണ്ട് നടക്കൂല. ഇത് സാധ്യമാകുന്ന കാര്യമാണ്. പക്ഷെ അള്ളാഹിന്റെ ഇൽമിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിലൊക്കെ. എങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി, ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മടവൂർ, ഷെയ്ഖുനാ ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി, ഇവരെല്ലാം ലൗഹുൽ മഹ്ഫൂദ് തന്നെ തിരുത്താൻ കെൽപ്പുള്ളവരാണ്. അതുകൊണ്ട് മുഹാലിൽ ഗൈറാണീന് ഒരു പ്രശ്നമില്ല. മുഹാലിൽ ഗൈറിന്റെ വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ആകാശത്തിലൂടെ പറന്നു പോവുക, ഇതിനെക്കുറിച്ച് അവർ പറയും ആദിയായ മുഹാലാണ്. പക്ഷേ സ്പെഷ്യൽ ഇടപെടലുണ്ടായി നടക്കും. അതല്ല ഔലിയാക്കന്മാർ പറഞ്ഞോളൂ, മിഹ്റാജിനൊക്കെ അങ്ങനെയല്ലേ പോയത്. എന്നതുപോലെ ലിൽ ഗൈർ പറഞ്ഞ പോയെങ്ങായി സാധ്യമാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ അള്ളാന്റെ ഇൽമിൽ രേഖപ്പെടുത്തിയെന്നല്ലേ, അത് മാറ്റിയാൽ മതിയല്ലോ. അത് മാറ്റാൻ ഈ വിചാരിച്ചാൽ നടക്കൂല. അതാര് വിചാരിക്കണം? അതല്ലേ ഞങ്ങൾ പറഞ്ഞു സ്പെഷ്യൽ ഇടപെടൽ. അത് പകര പറഞ്ഞെന്നല്ലോ. ഞങ്ങൾ പറഞ്ഞ് പ്രശ്നമാക്കണ്ടെന്ന് കരുതിയിട്ട് പകരം തന്നെ ഞാൻ കിട്ടുന്നല്ലോ. വെച്ചോടുക്ക് പകരം തന്നെ പറഞ്ഞു കൊടുക്കട്ടെ. പകർ ഉസ്താദ് പറഞ്ഞിരുന്ന ആളാസിയും അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, നിങ്ങളെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് ഇത് പറഞ്ഞപ്പോൾ ഖാദർ മുസ്ലിയാര് പറയുന്നു, അത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ ആരാ അബ്ദുൽ ഖാദർ? അത് ഞാനും കണ്ടിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത്. പക്ഷേ അതിന്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മുബ്രമായ ഖളാ അല്ല, അന്തിമ തീരുമാനമായിക്കോണമെന്നില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യംഹുല്ലാഹു മാ യശാ. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് ചിലതൊക്കെ മായ്ച്ചു കളയും. വയുസ്ബിത്, ആ സ്ഥാനത്ത് മറ്റ് ചിലത് എഴുതി ചേർക്കും. അപ്പൊ മാറ്റുന്ന അവസ്ഥ ഒരു പക്ഷേ ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ടാകും. അത് നോക്കി പറഞ്ഞവര് പലരും കുടുങ്ങാറുണ്ട്. ഔലിയാക്കളെല്ലാം കുടുങ്ങാറുണ്ടെന്ന് ഷെർഖാവി വളരെ കൃത്യമാണ്. ഇനിയൊന്നും പറയാനില്ല. കാരണം എന്താ, ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മുബ്രമായ അന്തിമ ഖളാ അല്ല. അവർക്ക് മനസ്സിലായില്ല. അതായത് അള്ളാന്റെ ഒരു ഇൽമുണ്ട്, ഖദീമായ ഇൽമ്. അള്ളാഹുവിന്റെ ഇൽമ് ഖദീമായ ഒരു ഇൽമുണ്ട്. ആ ഇൽമൊക്കെയും രേഖപ്പെടുത്തണം എന്നില്ല. അള്ളാന്റെ ഇൽമ് പറഞ്ഞൊരു സംഗതി, അതിൽ മാറ്റം ഉണ്ടാവില്ല. അള്ളാഹ് രേഖപ്പെടുത്തി ലൗഹുൽ മഹ്ഫൂദിൽ, അത് ചിലപ്പോൾ അള്ളാഹ് മാറ്റും. മാറ്റുന്നതിനെ കുറിച്ചും അള്ളാന്റെ ഇൽമിൽ മുന്തിയിട്ടുണ്ടാവുന്നത് ഇത് മാറ്റാനുള്ളതാണ്, അതും കൂടി ഉണ്ടാവും. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവിടെ അള്ളാന്റെ ഇൽമ പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് ലൗഹുൽ മഹ്ഫൂദ് ഉള്ളത്, അതിൻ്റെ അപ്പുറത്താണ് ഖുർആൻ ഉള്ളത്. അപ്പോൾ ഖുർആന് ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൽ മഹ്ഫൂദ് എന്നാണല്ലോ. അപ്പോൾ ഖുർആന് ലൗഹുൽ മഹ്ഫൂദ്, അതിൻ്റെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ ഇൽമ്, അസലിയായ ഇൽമ്. ആ ഇൽമിലുള്ളത് മാറ്റല്ല. കാരണം അതിൽ മാറ്റാളും കൂടി അതിലുണ്ടാവും, മാറ്റൊന്നും കൂടി അതിലുണ്ടാവും. പിന്നെ അതിൽ മാറ്റേണ്ടില്ലല്ലോ. രേഖപ്പെടുത്തപ്പെട്ടത് പോലും മായ്ച്ചു മാറ്റും. അതാണ് ആ പറയുന്നത്. അതാണ് പകരം പറഞ്ഞ് അത് അന്തിമ തീരുമാനമല്ല, ലൗഹിലുള്ളത് മാറ്റാം. അപ്പൊ ഇയാൾ സ്വാവി വായിച്ചു. എന്താ സ്വാവി വായിച്ചത്? സ്വാവി വായിച്ചപ്പോ ഒന്ന് വായിക്കട്ടെ. അയാൾ ഇതൊക്കെ ഒരു കഴിവില്ല എന്ന് തെളിയിക്കാനാണല്ലോ ഈ പണിയൊക്കെ അവരെടുത്ത്. സ്വാവി ഒന്ന് വായിച്ചോട്ടെ. മിൻ ഹൈസു ഇന്നഹു ലാ ഖുദ്റത ലഹു അലാ തഗ്യീരി മാ ഖദ്ദറല്ലാഹു വുഖൂഅഹു. സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ച ഒന്നിൻ്റെ മേൽ മാറ്റിമറിക്കാൻ നബിതങ്ങൾക്കൊരു കഴിവുമില്ലാത്തൊരറിവാണ്. ഇത് ഞാൻ പറയുന്നതല്ല, എന്നെ വഹാബിയാക്കണ്ട. ഇത് സ്വാവി ഇമാം പറഞ്ഞതാണ്. ഞാൻ വായിച്ചതിലോ അർത്ഥം പറഞ്ഞതിലോ തെറ്റുണ്ടെങ്കിൽ നിനക്കത് ചൂണ്ടിക്കാണിക്കാം. എന്തായാലും ഇമാം സ്വാബി റഹിമഹുല്ല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം,
പക്ഷെ അത് മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൽമൊന്നും അതിനുള്ള കഴിവൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല. അതിന് വലിയ ആഗ്രഹ കഴിവില്ല അതിങ്ങനെ പറയണം. അപ്പൊ ഞാനിവനോട് ചോദിച്ചിരുന്നു, നിങ്ങളെ മൗലിദിൽ തന്നെ ഉണ്ട് മടവൂര് ശൈഖുനാക്കും ഓസുൽ ആദമിനൊക്കെ ലൗഹുൽ മഹ്ഫൂദ് മാറ്റാൻ കഴിയും എന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ റസൂലിന് എന്തായാലും കഴിയൂലേ? അവന് മനസ്സിലായിട്ടില്ല. എങ്കിൽ ആ വായിച്ച സോവയില്ലേ, ആ സോവയുടെ അടുത്ത പേജ് ഒന്നുകൂടി വായിക്കാം. അവിടെ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് പറയുന്നുണ്ട്. വല്ലൗഹുൽ മഹ്ഫൂദ് യഖഉ ഫീഹാ അത്തഗ്യീർ വത്തബ്ദീൽ. ലൗഹുൽ മഹ്ഫൂദിൽ വേണ്ടത് കൂട്ടിച്ചേർക്കാനും പകരം എഴുതാനും അത് നടക്കുന്ന കാര്യമാണ്. അത് അപ്പുറത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂല് തിരുത്തൂല മാറ്റൂല എന്ന് പറഞ്ഞത് ഏതാ? അത് ലൗഹുൽ മഹ്ഫൂദിന്റെയും അപ്പുറത്ത് അന്തിമ വിധി ഉണ്ട് എന്ന് പകരം പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ ഖദീമായ അസലിയായ ഇൽമ് അതെന്താന്ന് ആർക്കും അറിയില്ല. അഞ്ഞി ഇബ്ലീസ് മാറുമെന്ന് എന്താ പൈലുള്ളത്? നിങ്ങൾ ആരോ കണ്ടിനപ്പോ? അതാരും കണ്ടിട്ടില്ലല്ലോ. ആ ഇൽമിലുള്ളത് മാറ്റാൻ കഴിയില്ല. അതാണ് മാറ്റാൻ കഴിയാത്ത സംഭവം. ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മാറ്റുമെന്ന് അതേ സോബിയിൽ അടുത്ത പേജിലുണ്ട് ചങ്ങായി. അപ്പൊ ഏടെങ്കിലും ഒരു സംഭവമാണ് കാണുമ്പോഴേക്കാ ഇത് മാറ്റൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാരുടെ കഴിവാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ഏറെ രസകരമായ സംഭവത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. ഈ ചർച്ചയൊക്കെ ലാസ്റ്റ് എത്തിച്ചേർന്നത് എവിടെയാണ്? അതാണ് ഇനി ബഹുരസം. ഇവര് മനസ്സിലാക്കി ഇബിലീസിൻ്റെ എന്തോ മേൽമ പറയാണ്. ഇത് ഇബിലീസിൻ്റെ മേൽമ അല്ലത്. വേണ്ടി വന്നാൽ ഏറ്റവും നീചനായ ഇബിലീസിനെ വരെ ഇടപെട്ട് നന്നാക്കാനുള്ള പവർ ഞങ്ങളുടെ ശൈഖുന ശൈഖ് മടവൂർ അവർക്കുണ്ട് എന്നാണോ ഈ പറയണത്? ഇബിലീസ് ആയതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. കാരണം ഇബിലീസിന്റെ വാദമാണ് ഔലിയാക്കന്മാർക്ക് കഴിവില്ല എന്നുള്ളത്. ഇബിലീസിന് കിബറം നൽകുള്ള വാദമാണ്, ഓനെ അറിയാൻ കഴിയുമെന്നുള്ളത്. അത് ആ അറിവ് ബൽക്കില്ലേനും. സത്യം നോക്കിയാൽ ഓൻ്റെ അത്ര ഇൽമുപോലും പനില്ല. അതല്ലേ മറ്റേ പാട്ടിൽ പാടിയത്, ഇബിലീസ് നിയമം പോലെ നടന്ന കുത്തുബുൽ അഖ്താബാവും. അതല്ലേ പറഞ്ഞത്? അതായത് ഇതിനൊക്കെ ഒരു നിയമവ്യവസ്ഥതയുണ്ട് ഇവിടെ. അള്ളാൻ്റെ അസലിയായ ഇൽമ് അത് മാറ്റുന്നു ഞങ്ങൾ പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് ഭയപ്പെടുത്തണ്ട. ഞങ്ങളെ അതൊക്കെ വരച്ച് പഠിപ്പിച്ചിട്ടാണ് വന്നത്. അള്ളാഹുവിൻ്റെ ഖദീമായ ഇൽമുണ്ട്, അത് തന്നെ രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദ് ഉണ്ട്, അങ്ങനെയുള്ള പല അൽവാഹുകളുണ്ട്. അതൊക്കെ മാറ്റും. അള്ളാഹുവിൻ്റെ അസലിയായ ഇൽമിൽ മാറ്റമില്ല. അതാണ് ആ പറഞ്ഞയിടത്ത് സ്വാമി പറഞ്ഞത്. ഓതണ്ടേ? ഇത് മണ്ണിട്ട് കൊടുത്ത് മിന്നല്ലേ വായിക്കണത്. നിങ്ങൾ ഇത് പണ്ടൊരു മുദരിസ് ബി ഇദ്ഗാമി എന്നുള്ളടത്ത് ബാദിൻ ഖാമി എന്ന് വായിച്ചല്ലോ. അപ്പോൾ കുട്ടി വായിച്ചു എന്നാണ്. ബി ഇദ്ഗാമി എന്ന് വായിച്ചൂടെ ആക്കിയാൽ പോരാ, അങ്ങനെയും വായിക്കാമെന്നാണ്. ഇതേപോലെ നിങ്ങൾ കിതാബ് നോക്കണത്. ലൗഹുൽ മഹ്ഫൂദിലുള്ള തഗ്യീർ തബ്ദീൽ മാറ്റാൻ പറ്റുന്ന സോവി പറയണത്. അപ്പോൾ പിന്നെ മാറ്റാൻ പറ്റാത്തത് ഏതാന്ന് മനസ്സിലായില്ല. അപ്പോൾ തന്നെ അതാണ് ഇരിക്കട്ടെ. പേരോടിനെ ന്യായീകരിക്കാൻ ആളിപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുള്ളത്. കാക്കനെ കുളിപ്പിച്ചാൽ അത് കൊക്ക ആവൂല കേട്ടോ. അതങ്ങനെ തന്നെ കൊള്ളു. അയാൾ ഈ നൂറ്റാണ്ടിൻ്റെ ശാപമാണ്. അയാൾക്കും ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ല എന്ന് പറയാൻ പാടില്ല. കാരണം മശായിഖിൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ, വരക്കൽ മക്കാമിലൊക്കെ ഒന്ന് പോയി കാലഘട്ടത്തിൻ്റെ മശായിഖിൻ്റെ മുന്നിലൊക്കെ ഒന്ന് വന്ന് നിന്നാൽ, അവരൊന്ന് കനിയണമെങ്കിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകണം. ഒരു ഭക്ഷണം നമ്മൾ ചവച്ചിറക്കി ഉള്ളിലെത്തിയാൽ അവിടെ ആളുകൾ വേണ്ടത് ചെയ്തോളും. പക്ഷേ വായയിൽ വെച്ച് ഇറക്കുക എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. അത് ചെയ്യണം. അതാണ് ഇബ്ലീസിനോട് പോയി സുജൂദ് ചെയ്യണം, എന്നിട്ട് വാ അവ്വൽ മക്കാമിൽ എത്തിച്ചു തരാം. അതിനോന് കിബിർന്ന് കിട്ട് ഇറങ്ങണില്ല. ഓൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുക മുസ്ലിം ജമാഅത്തിൻ്റെ, പിന്നെ അവിടുന്ന് ഇറങ്ങണില്ലല്ലോ. എന്നിട്ട് ഇറങ്ങി വാ, എന്നാ ഞാൻ ആക്കി തരാന്നായി പറയണത്. അപ്പോഴേക്ക് അള്ളാൻ്റെ മാറൂല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ഖദറിൽ അള്ളാഹ് പറഞ്ഞതാണ് ഞാൻ തൗബണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട, അള്ളാഹു തആല രണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എല്ലാ കാര്യവും ഇവിടെ വ്യക്തമാണ്. ഇനി